അനുസരണയില്ലാത്ത ആനക്കുട്ടി. ഒരിടത്ത് തങ്കു എന്നു പേരുള്ള ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു. മഹാകുസൃതിയായിരുന്നു അവൻ. അച്ഛനും അമ്മയും പറയുന്നതൊന്നും അവൻ അനുസരിച്ചിരുന്നില്ല. ഒരിക്കൽ അച്ഛനും അമ്മയും അരികിലില്ലാത്ത തക്കം നോക്കി തങ്കു കാട്ടുവഴിയിലൂടെ നടക്കാനിറങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ കാട്ടിൽ നിന്ന് ഒരു കുരങ്ങച്ചൻ ചാടിയോടി തങ്കുവിൻ്റെ അരികിൽ വന്നു. ചിമ്പു എന്നായിരുന്നു അവൻ്റെ പേര്. ചിമ്പു തങ്കുവിനോട് പറഞ്ഞു, എടാ തങ്കു, നീ ഈ വഴിക്ക് വന്നത് നന്നായി. ഒരു കളിക്കൂട്ടുകാരനെ കിട്ടാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. വാ, നമുക്ക് ചടുകുടു കളിക്കാം. അയ്യോ, ഓടിച്ചാടി കളിച്ചാൽ കുണ്ടിലോ കുഴിയിലോ വീഴുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. നിന്റെ കൂടെ കളിക്കാൻ ഞാനില്ല. തങ്കു ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എടാ മണ്ടൂസേ, കുഴിയിൽ വീണാൽ വള്ളി കിണറ്റിലേക്കിട്ടു തന്ന് ഞാൻ നിന്നെ രക്ഷിക്കാം. അച്ഛനും അമ്മയും പറയുന്നത് നീ കണക്കാക്കേണ്ട. ചിമ്പു തങ്കുവിനെ ഉപദേശിച്ചു. എങ്കിൽ വാ, നമുക്ക് കളിച്ച് തകർക്കാം. തങ്കു കുരങ്ങച്ചനോടൊപ്പം ചടുകുടു കളിക്കാൻ തുടങ്ങി. ഓടിയും ചാടിയും തലകുത്തി മറിഞ്ഞും കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തങ്കു പുതും എന്ന് ഒരു കുഴിയിലേക്ക് വീണു. എൻ്റെ അമ്മേ, അച്ഛാ, ഓടി വരണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ! തങ്കു ഉച്ചത്തിൽ വാവിട്ട് കരഞ്ഞു. തങ്കുവിൻ്റെ കരച്ചിൽ കേട്ടതോടെ ചിമ്പുക്കുരങ്ങൻ പേടിച്ച് സ്ഥലം വിട്ടു. ആനക്കുട്ടിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് അവൻ്റെ അമ്മയും അച്ഛനും അവിടേക്ക് പാഞ്ഞെത്തി. എന്തുപറ്റി മകനെ, എന്തുപറ്റി? അവർ ചോദിച്ചു. അമ്മയും അച്ഛനും പറഞ്ഞത് കേൾക്കാതെ ഞാൻ ചിമ്പുക്കുരങ്ങൻ്റെ കൂടെ ചടുകുടു കളിക്കാൻ പോയി. അങ്ങനെ വീണതാണ്. അയ്യോ, വേഗം രക്ഷിക്കണേ! അവൻ ആർത്ത് കരഞ്ഞു. മകൻ്റെ കരച്ചിൽ സഹിക്കാതെ അവർ നല്ല ബലമുള്ള ഒരു കാട്ടുവള്ളി പറിച്ച് കുഴിയിലേക്ക് നീട്ടിക്കൊടുത്തു. വള്ളിയിൽ പിടിച്ച് അവൻ പയ്യെ പയ്യെ മേലോട്ട് കയറി. അപ്പോഴേക്കും അവൻ്റെ ഒരു ചെവിക്ക് ഒടിവ് പറ്റിയിരുന്നു. ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നും തൊലി ഉരിഞ്ഞ് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. സാരമില്ല മകനെ, സാരമില്ല. ഞങ്ങൾ പച്ചമരുന്നുകൾ വെച്ചു തരാം. അമ്മയും അച്ഛനും അവനെ ആശ്വസിപ്പിച്ചു. അവർ മകൻ്റെ മുറിവുകളിൽ പച്ചമരുന്നുകൾ പിഴിഞ്ഞൊഴിച്ചു. ഇനി ഞാൻ ഒരിക്കലും ചീത്ത കൂട്ടുകാരുടെ വാക്ക് കേൾക്കില്ല. അമ്മയും അച്ഛനും പറയുന്നത് അനുസരിക്കും. തങ്കു നിറഞ്ഞ കണ്ണുകളോടെ അറിയിച്ചു. അച്ഛനും അമ്മയും സന്തോഷത്തോടെ മകനെ തഴുകി.